ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അൽക്കസാറിൻ്റെ ഓൾ ന്യൂ 2024 ഫേസ് ലിഫ്റ്റ് ആണ്. സോ ഇവനെക്കുറിച്ച് പറയാം. അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം, ഇവൻ എന്തായാലും ഒരുപാട് സെയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവൻ്റെ ഡിസൈൻ ഒരു രക്ഷയില്ല, നൈസായിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അൽക്കസാർ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് ഇവൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഒറ്റ നോട്ടത്തിൽ കറക്റ്റയുമായിട്ട് ഭയങ്കര സിമിലർ ആണെന്ന് നമുക്ക് തോന്നും. എങ്കിൽ പോലും എല്ലാ എലമെൻസിനകത്തും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചില എലമെൻറ്റ്സ് മാത്രം കറക്റ്റയിലുണ്ടായിരുന്നത് അതേപോലെ കീപ്പ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഒന്ന് ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ്, പിന്നെ ബോണറ്റിൻ്റെ ഈ ഒരു മേൽവശം, പിന്നെ സെൻട്രലിൽ വരുന്ന ഈ ഒരു കണക്ട് ടൈൽ ലാംപ്സ്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കറക്റ്റയുമായിട്ട് സിമിലർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിഫറൻസ് വന്നിരിക്കുന്നത് എച്ച് ടൈപ്പിലുള്ള DRLs വന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ടൈപ്പ് ഓഫ് DRLs നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത് എക്സ്റ്ററിനകത്താണ്. ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലുകളും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗ്രില്ലുകളും മൊത്തത്തിൽ ആ പാറ്റേൺ എല്ലാം ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ കറക്റ്റയുമായിട്ട് നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്തുകൊണ്ടാണ് കറക്റ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ നേരത്തെ മോഡലായിട്ടുള്ള ആൽക്കസാറുമായിട്ട് ഇതിന് യാതൊരു സാമ്യവും ഇല്ല. കാരണം അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ കറക്റ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ റഡാർ നമുക്ക് കാണാനായിട്ട് പറ്റും. മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ADASനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് നല്ല നൈസായിട്ടുള്ള ലുക്കാണ് ഇവനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സെയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ അലോയ് വീൽസ് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അലോയ് വീൽസാണ്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള അലോയ് വീൽസ് ആണ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നൈസ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസിൻ്റെ ഡിസൈനുമാണ്. 18 ഇഞ്ച് ടയേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാഡിങ് ഇങ്ങനെ പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കണ്ടു ഈ ഒരു എലമെൻറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്, ഈ ഒരു ബ്രഷ്ഡ് അലുമിനിയം കളറിനകത്ത്. സോ അതെല്ലാം നൈസായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇവൻ്റെ ബാക്കിൽ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷനാണ്. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന അൽക്കസാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇവനുമായിട്ട് മാച്ചിങ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോർച്യൂണർ ഡിസൈൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഈ ഒരു പോർഷൻ കാണുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ലൈൻ വരുമ്പോൾ നമുക്കിവിടെ XUV 700 എവിടെയോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ക്രെറ്റയുടെ ഈ ബാക്കിലെ ഈ ഒരു ഏരിയക്കായാലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അൽക്കസാറിൻ്റെയാണ്. എന്തായാലും ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം നൈസായിട്ടുണ്ട്. അവിടെ ഒരാൾ നിന്ന് നമ്മൾ നോക്കുന്നത് കണ്ടോ, ടാറ്റാ. പിന്നെ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസിൻ്റെ ഡിസൈനും നൈസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ബാക്കിൽ ആക്ച്വലി എടുത്ത് വെച്ചിരിക്കുന്ന രീതിയിൽ നല്ല നൈസായിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പം ഈ ഒരു ടെയിൽ ലാംപ്സും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെയിൽ ലാംപ്സ്, നമ്മൾ ഇതുവരെ എല്ലാ വണ്ടികളിലും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. ആൽക്കസാർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയല്ല, അത് ഒരു ഗ്ലാസ് ഫ്രെയിമിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല, അതിനകത്ത് ചെളിയോ കാര്യങ്ങളോ ഒന്നും കയറിയിരിക്കില്ല, വളരെ നീറ്റായിട്ടാണ്. ക്രെറ്റയിൽ ഈ ഒരു ബാഡ്ജിങ്ങും അങ്ങനെ ആയതെന്ന് കൊടുത്തത്. പക്ഷേ ഇതിപ്പം വെളിയിൽ നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫോക്കൽ ലൈൻസ് കാണാം, ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് കാണാം, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം, ഷാർക്ക് ഫിനാൻഡ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇവിടെയാണ് ബൂട്ട് സ്പേസ്. ഓപ്പൺ ചെയ്യുമ്പോൾ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ബൂട്ട് സ്പേസ് ഒന്നുമില്ല. ഇത്ര ഒരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ബോസിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പീക്കറിൻ്റെ 8 സ്പീക്കേഴ്സാണ്. ഇത് സബ്വൂഫറാണ് വരുന്നത്. സീറ്റുകൾ ഫോൾഡ് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. ഇതിൽ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റുകൾ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 2 കൈ കൊണ്ട് പിടിച്ച് വലിക്കണം, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. ലൈറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയായിട്ട് ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവനെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ വലിക്കുന്നു, മടക്കിയിടുന്നു. സോ ഇവിടെ കണ്ടോ ഒരു ക്ലിപ്പ് കണ്ടോ, നമ്മുടെ ഈ സീറ്റ് ബെൽറ്റുകൾ കിടന്ന് ഓടിക്കളിക്കാതിരിക്കാൻ ഇവിടെ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അടിക്കും.
സോ അതിനിവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ സീറ്റുകളെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇനി ഇവനെ നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ച് ക്ലോസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, കാരണം എൻ്റെ കൈ ഇവിടെ ലോക്കാവും. സോ ഇവിടെ പിടിച്ച് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ബമ്പറിൻ്റെ ഡിസൈൻ കണ്ടോ? ഈ ബമ്പറിൻ്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് അയോണിക് 5 ഓർമ്മ വരുന്നുണ്ട്. സംഭവം എവിടെയൊക്കെ ഒരു കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു. സെൻറ്ററിൽ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാണാം. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചക്ക പോലത്തെ സെൻസേഴ്സും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. രണ്ടും ഫങ്ഷണൽ ആയിട്ടുള്ള എക്സോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറാം. അതിന് മുന്നേ കീ കാണിച്ചു തരാം. ഇതാണ് കീ വരുന്നത്. കറക്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള സെയിം കീ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ടച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ബട്ടൺ അല്ല. സോ അടുത്ത് വന്നപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അവിടെ ടച്ച് ചെയ്തില്ല, അത് കണ്ടോണേ. നമുക്കൊന്നും കൂടെ ക്ലോസ് ചെയ്യാം. സോ ഇതുകൊണ്ട് ക്ലോസ് ആയി. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് ഇത്രയും വന്നതേ ഉള്ളൂ, ടച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് അത് ഓപ്പണായി. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ സീറ്റുകൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് പോയത് കണ്ടോ? സോ ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ക്ലോസ് ചെയ്യുന്നു. സീറ്റുകൾ തന്നെ ഫ്രണ്ടിലേക്ക് കയറി പോകുന്ന കണ്ടോ? സോ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. സീറ്റുകൾ ബാക്കിലേക്ക് നമുക്ക് കയറി ഇരിക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ ഇത് കണ്ടോ? ഇതാണ് ഇവൻ്റെ ഒരു കളർ പാറ്റേൺ വരുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ ഫോട്ടോ പവർ വിൻഡോസ്, നമുക്ക് മിറേഴ്സ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പീക്കേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് മെമ്മറി ഫംഗ്ഷൻ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. 2 മെമ്മറി ഫംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ലെതർ പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ഒന്നുമല്ല, എങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. നമുക്ക് കാണുമ്പം ഇതുമായിട്ട് സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് കറക്റ്റയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈ ഒരു കളർ പാറ്റേൺ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ എന്തായാലും അകത്തേക്ക് കയറിയിരിക്കാം. എനിക്ക് എന്തായാലും ഇത് കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറക്കിയിടണം. സോ നമുക്കിങ്ങനെ പിന്നെ ബാക്കിലേക്ക് ഇറക്കിയിടാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഉള്ളിലേക്ക് കയറുമ്പം ഫ്രണ്ടിലെ റോയ്ക്കകത്ത് വലിയ കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം കറക്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ ഈ ഒരു പാറ്റേണൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലൊക്കെയാണ് കുറച്ച് ചേഞ്ചസ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് കറക്റ്റുമായിട്ട് എല്ലാം സിമിലറാണ്. ഈ ഒരു കളർ പാറ്റേൺ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലെല്ലാം കുറച്ച് നമുക്ക് സ്ക്രാച്ച് വരാത്ത ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. ഇവിടുത്തെ മെറ്റീരിയൽ കുറച്ചും കൂടെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ഫീൽ തരുന്ന മെറ്റീരിയലാണ്. ബാക്കി ഇത് 12.25 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേസ് ആണ് വരുന്നത്. സോ നമുക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ? കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ? പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റിൻ്റെ പാറ്റേൺ കറക്റ്റുമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു ലൈൻസ് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഈ ഒരു ഫീല് കുറച്ച് നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്. അഡാസിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്ത് കാണാം. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സ് നമുക്ക് കാണാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതുണ്ട്, വലിയൊരു പാനോരമിക് സൺറൂഫാണ്. ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ? ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റും. സെൻട്രലിരിക്കുന്ന ആളെയും കഴിഞ്ഞ് അങ്ങ് ബാക്കിൽ പോകുന്നതാണ്. സോ അത്രയും വലിയ പാനോരമിക് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സൺറൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അടിപൊളിയല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ഗ്ലാസസ് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവൻ്റെ ബാക്കിലെ സീറ്റുകളാണ് ആക്ച്വലി എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇതുണ്ട്, ക്യാപ്റ്റൻ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് സീറ്റുകളായിട്ടുള്ള വേരിയൻ്റ് അവൈലബിൾ ആണ്. അത് 7 സീറ്ററാണ്, ഇത് 6 സീറ്ററാണ്. ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവൻ്റെ ബാക്കിലെ സീറ്റുകളാണ്. ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ? നമുക്ക് തൈ സപ്പോർട്ട് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതുണ്ട്, ഈ രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് ഇവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ ഇവിടെ പിടിച്ചുകൊണ്ട് ഇലക്ട്രിക്കലി അല്ല മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സീറ്റുകൾ നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഉള്ളിലേക്ക് കയറി കാണിച്ചു തരാം. സോ അകത്തേക്ക് കയറുമ്പോൾ ഉള്ളൊരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതുകൊണ്ട് ഈ തൈ സപ്പോർട്ടാണ്. ഇത് കണ്ടോ? ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് തൈ സപ്പോർട്ട് കുറവല്ലേ? ഇത് കണ്ടോ? കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിളായിട്ട് കാലുകളും ഉള്ളിലേക്ക് പോകും. പിന്നെ പറയേണ്ട കാര്യം സീറ്റുകൾ ഇത് കണ്ടോ? ഈ രീതിയിൽ ഇത്രയും വരെ നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ ആയിരിക്കും. നമുക്ക് റിക്ലൈൻ ചെയ്തത്
ഇത്രയും റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ ചാരി കടന്ന് ട്രാവൽ ചെയ്യാം. ആക്ച്വലി ഇതൊരു ഓണേഴ്സ് കാർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റും. വെന്റിലേറ്റഡ് സീറ്റ്സുകളടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി ഉറങ്ങുകയാണെങ്കിൽ ഇത് കണ്ടോ, തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ ആ രീതിയിലാണ് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. സോ അതെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ സീറ്റുകൾ നമുക്ക് ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ബോസല്ലേ ബാക്കിലിരിക്കുന്നത്, അപ്പോൾ ബോസാണ് തീരുമാനിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്നവൻ എവിടെ ഇരിക്കണമെന്ന്. അടിമ സീറ്റെന്ന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടു. സോ നമുക്കിതുണ്ട്, ഇവനിങ്ങനെ കൺട്രോൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. സോ അത്യാവശ്യം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ എന്തെങ്കിലും മൊബൈലൊക്കെ വെച്ച് നമുക്ക് സിനിമയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകാനായിട്ട് പറ്റും. പാനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു ഫീലും ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്. ബാക്കിലെ സീറ്റുകളെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. അത് വേറൊന്നുമല്ല, ഒരുപാട് വലിപ്പമുള്ള ആളുകൾക്ക്, എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നും ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റില്ല. ചെറിയ സൈസുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ബാക്കിലെ സീറ്റ് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയ സീറ്റുകളാണ്. പിന്നെ അത് ഇവിടെ എ സിയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എ സി വെൻറ്റുകൾ കാണാം. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ ബാക്കിലേക്ക് കയറുമ്പം പിടിച്ച് കയറാനായിട്ടാണ്. 7 സീറ്റർ വേരിയൻറ്റിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഭാഗത്തും ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവൻ്റെ ബാക്കിലെ സീറ്റുകളെക്കുറിച്ച് പറയേണ്ടത്. പിന്നെ റിയർ എ സി വെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും കുറച്ച് റിക്ലൈൻ ചെയ്തിരിക്കാനായിട്ട് ഒരു രക്ഷയില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു കാര്യമാണ്. ഭയങ്കര ചൂടല്ലേ, അതിന് നമുക്ക് ഇനിയിപ്പോൾ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുമെന്നൊരു റൂള് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് 1.5 ലിറ്റർ കറക്റ്റയിൽ കണ്ടിരിക്കുന്ന എഞ്ചിനാണ്. കുറച്ച് ട്യൂണിങ്ങും ടോർക്കും ഒക്കെ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കറക്റ്റുമായിട്ട് ഫ്രണ്ടിലെ കാര്യങ്ങളും എല്ലാം സെയിം ആണ്. പക്ഷേ ബാക്കിലെ സീറ്റുകളാണ് ഇവൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പം ഡ്രൈവറെ വെച്ചിട്ട് ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയും കറക്റ്റ് ഒക്കെ എടുക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ പൈസ കൂടുതൽ കൊടുത്ത് ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താല്പര്യമുള്ള ആളുകൾക്ക് പോപ്പുലർ ഹ്യുണ്ടായി ഷോറൂമിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലോണിനെ കുറിച്ചോ EMI കുറിച്ചോ അങ്ങനെ കാര്യങ്ങൾ എന്തറിയാനും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്ത് വിളിച്ചാൽ മതി. അപ്പം ബൈ ബൈ, വീണ്ടും കാണാം.